ഗൈസ്, അർജുൻ അശോകൻ, റോഷൻ മാത്യു, ഇഷാൻ ഷൗക്കത്ത്, വിശാഖ് നായർ ഇവരെ പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് നവാഗതനായിട്ടുള്ള അദ്വൈത് നായർ സംവിധാനം ചെയ്തിട്ടുള്ള ചത്താ പച്ച കണ്ടു കഴിഞ്ഞു. സീരിയസ്ലി ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ടപ്പം ബോറടിച്ച് ചത്തു എന്നുള്ള അവസ്ഥയായിരുന്നു. സെക്കൻഡ് ഹാഫ് പിന്നെയും തരക്കേടില്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റും. അതും ഭയങ്കര സംഭവമൊന്നുമല്ല, ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കാം. ഈ WWE റെസ്ലിംഗിനെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ സിനിമയാണല്ലോ. അപ്പോൾ അത് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടുത്തെ പശ്ചാത്തലത്തിൽ നാടൻ സ്റ്റൈൽ അങ്ങ് അവതരിപ്പിക്കുന്ന സമയത്ത് അത് കണ്ടിരിക്കാൻ രസമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല എന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ പ്രത്യേകിച്ച് കഥ കാര്യങ്ങളൊന്നുമില്ല. ത്രൂ ഔട്ട് പോകുന്ന തന്നെ ഈ പറയുന്ന WWE ആണ്. അപ്പൊ എന്താണ് WWE റെസ്ലിംഗ് എന്നറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മുടെ കായിക വിനോദങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. കായിക വിനോദത്തിൽ പെടുന്ന ഒന്നാണ് ഈ പറയുന്ന WWE റെസ്ലിംഗ്. അപ്പൊ സാധാരണ കായിക വിനോദം പോലെയല്ല ഇവിടെ മുൻകൂട്ടി ഒരു സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ടാണ് അവതരിപ്പിക്കുക. ആര് ജയിക്കണം, ആര് തോൽക്കണം എന്നൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യും. അതിനനുസരിച്ച് ഈ പറയുന്ന പോലെ ഇവര് ഈ പറയുന്ന ഫൈറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. ആ ഫൈറ്റ് ഒക്കെ നടന്ന അവസാനം ഈ പറയുന്ന മുൻകൂട്ടി തീരുമാനിച്ച വ്യക്തികൾ ജയിക്കും, തോൽക്കും. ഇതാണ് ഇതിനകത്ത് നടക്കുക. പക്ഷെ അതിനിടയ്ക്കുള്ള ഫൈറ്റ് ഒക്കെ വളരെ സത്യസന്ധമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കും ചെയ്യുക. അപ്പൊ വേണമെങ്കിൽ അത് തമാശയായിട്ട് അവതരിപ്പിക്കാൻ പറ്റും, വേണമെങ്കിൽ ഡയലോഗ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. ഭയങ്കര രസകരമായ രീതിക്കാണ് ഇത് അവതരിപ്പിക്കുക. അപ്പൊ നമ്മുടെ യൂട്യൂബിനകത്ത് കയറിയിട്ട് WWE റെസ്ലിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത്തരത്തിലുള്ള കായിക വിനോദങ്ങള്. അപ്പൊ മാത്രമല്ല അതിന്റെ കൂടെ തന്നെ ഉണ്ട് ഈ ഒരു കായിക വിനോദം ചെയ്യുന്ന സമയത്ത് പോലും മത്സരിക്കുന്ന ഓരോ ആളുകൾക്കും, ഇതിൽ പങ്കെടുക്കുന്ന ഓരോ ആളുകൾക്കും ഓരോ ഫേസ് ഉണ്ടായിരിക്കും. ഒരാള് വില്ലൻ ആണെങ്കിൽ അടുത്ത ആള് ഹീറോ എന്നൊക്കെ പറഞ്ഞ ഓരോ ഫേസ് ഉണ്ടായിരിക്കും, കോസ്റ്റ്യൂംസ് ഉണ്ടായിരിക്കും. അപ്പോൾ രസകരമായിട്ടുള്ള സംഭവമാണ്. അതിനെ ഇങ്ങോട്ട് പറിച്ചു നട്ട് നമ്മുടെ കേരളത്തിലെ പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു നാടൻ സ്റ്റൈലിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ചത്താ പച്ച കഥ പറയുന്നത്. അപ്പം പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. ഈ WWE കാണിക്കാൻ വേണ്ടി ഇപ്പുറത്ത് ഉണ്ടാക്കി വെച്ചൊരു കഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്ന സെക്കൻഡ് ഹാഫിലൊക്കെ ഈ പറയുന്ന WWE പോകുന്ന സമയത്ത് നല്ല പോലെ കോമഡി ഒക്കെ വെച്ച് ഇത് ചെയ്തിട്ടുണ്ട് ഇവര്. അപ്പൊ അത് ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് എന്താണ് കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിനകത്ത് സൗഹൃദം പറയുന്നുണ്ട്, സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ വൈകാരികപരമായിട്ടുള്ള സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. പലതും ഉണ്ട്. വളരെ അടുത്ത 3 കൂട്ടുകാരുടെ കഥയാണ്. ആ കൂട്ടുകാർ വാൾട്ടറുടെ പിള്ളേർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ വാൾട്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഓഫ് കോഴ്സ് മമ്മൂക്കയാണ് ചെയ്യുന്നത്. അപ്പൊ മമ്മൂക്കയുടെ ക്യാരക്ടറിന്റെ പിള്ളേർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വളരെ വേണ്ടപ്പെട്ട പിള്ളേരാണ്. കുട്ടിക്കാലത്ത് ഒരു ഘട്ടം വെച്ച് ഇവർക്കൊക്കെ പിരിയേണ്ടി വരുന്നു, വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കേണ്ടി വരുന്നു. അന്ന് അന്നത്തെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാൾട്ടറിന്റെ ഒരു കാലത്ത് സ്വപ്നമായിട്ടുള്ള ഒരു കാര്യം നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. അതിനിടയ്ക്ക് വരുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇതാണ് കഥയായിട്ട് വരുന്നത്. അപ്പൊ ഇതിനകത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ തൊമ്മനും മക്കളും സിനിമയാണ് ഓർമ്മ വന്നത്. ഇപ്പൊ തൊമ്മനും മക്കളും സിനിമ എന്താണ്, തൊമ്മന് വളരെ വേണ്ടപ്പെട്ട 2 മക്കളുണ്ട്. ആ മക്കൾക്കിടയിൽ പ്രശ്നം ഉണ്ടാവുന്നു, തൊമ്മന് അവസാനം പിന്നെ കുറച്ച് വിഷമിക്കുന്നു, പിന്നെ ആ പ്രശ്നം പരിഹരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഇതിനകത്തുള്ള തൊമ്മനാണ് വാൾട്ടർ. ആ വാൾട്ടറിന് വേണ്ടപ്പെട്ട 2 പിള്ളേരാണ് റോഷന്റെ ക്യാരക്ടറും അർജുൻ അശോകന്റെ ക്യാരക്ടറും. അപ്പൊ ആ പിള്ളേർക്ക് പ്രശ്നങ്ങൾ വരുന്നു, അത് പരിഹരിക്കുന്നു, വാൾട്ടർ അതിന് കാരണമാകുന്നു, വീണ്ടും ആ സ്നേഹം ബന്ധമൊക്കെ വരുന്നു. അപ്പൊ തൊമ്മനും മക്കളും സിനിമ ന്യൂജൻ കാലഘട്ടത്തിൽ സംഭവിച്ച പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിനകത്ത് അഭിനയിച്ച അർജുൻ അശോകനാണെങ്കിലും റോഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഇഷാൻ ആണെങ്കിലും എല്ലാവരും ഒരുപോലെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ഈ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പോലെ ബോഡി ട്രാൻസ്ഫർമേഷൻ വരുത്തിയിട്ടുണ്ട്. ഡെഡിക്കേഷൻ ഒക്കെ എന്താണെന്ന് സിനിമ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കിട്ടിയ ക്യാരക്ടറൊക്കെ അവരെല്ലാവരും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല റോഷനെ സംബന്ധിച്ചിടത്തോളം, അർജുൻ അശോകനെ സംബന്ധിച്ചിടത്തോളം, വിശാഖിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർക്കൊക്കെ കിട്ടിയ കഥാപാത്രങ്ങൾ അവരുടെ കരിയറിൽ തന്നെ ഫസ്റ്റ് ടൈം ആയിരിക്കും. ഇപ്പൊ വിശാഖ് നായരൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന, അതിനു വേണ്ടിയിട്ട് അത്തരം കഥാപാത്രങ്ങൾ മാത്രം സെലക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ വിശാഖ് നായരൊക്കെ വളരെ രസകരമായിട്ട് ക്യാരക്ടർ ചെയ്തു. എനിക്ക് വിശാഖിന്റെ ക്യാരക്ടറും പെർഫോമൻസ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്, പക്ഷെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വയലൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് കഥാപാത്രമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഈ സിനിമയ്ക്കകത്തുള്ള ഷോ സ്റ്റീലർ മമ്മൂക്ക തന്നെയാണ്. മമ്മൂക്ക വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു രോമാഞ്ചം എന്ന് പറയുന്ന സംഭവമുണ്ട്, ഒരു കയ്യടിയുണ്ട് തിയേറ്ററിനകത്ത് മുഴങ്ങി കേൾക്കുന്ന. അത് മമ്മൂക്കയ്ക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. നിലവിൽ മറ്റാര് വന്നു കഴിഞ്ഞാലും ആ ഒരു കയ്യടി കിട്ടാൻ എളുപ്പമല്ല. പക്ഷെ മമ്മൂക്ക വളരെ ഈസി ആയിട്ട് ആ ഒരു ഫസ്റ്റ് കടന്നു വരുന്ന സമയത്ത് തന്നെ ആ കയ്യടി മേടിച്ചു. ആ കയ്യടി മമ്മൂക്കയ്ക്ക് പലപ്പോഴും ഇതിനകത്ത് നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്.
സിനിമയുടെ അവസാനമായപ്പോഴേക്കും ഇത് ഇക്കയുടെ സിനിമയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ അങ്ങ് സൈഡാക്കിക്കൊണ്ട് ഇക്കയായി മാറി താരം എന്ന് പറയുന്ന സംഭവം. അപ്പൊ മമ്മൂക്കയുടെ പെർഫോമൻസ് നൈസായിരുന്നു. അതേപോലെ തന്നെ മമ്മൂക്കയുടെ ക്യാരക്ടർ ആണെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ മമ്മൂക്ക ഇങ്ങനെ കാണുമ്പോഴും രസമുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തൊരു ചെറിയ കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. റോസമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ടാണ്. ഒരു കുഞ്ഞു കുട്ടിയാണ്, പക്ഷെ ആ കുട്ടി നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വേദിക ശ്രീകുമാർ എന്നാണ് കുട്ടിയുടെ പേര്. ഭയങ്കര പക്വമായിട്ട് ആ കഥാപാത്രത്തെ ഹാൻഡിൽ ചെയ്തു എന്ന് പറയാൻ പറ്റും. ആ കുട്ടി കഥാപാത്രം ഭയങ്കര സ്മാർട്ടാണ്. എന്നാൽ ചില സമയങ്ങളിൽ കുട്ടിക്ക് വിഷമമുണ്ട്, ഫിയർ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ആ കുട്ടി അതെല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പമുള്ള ആർട്ടിസ്റ്റുകളൊക്കെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അവരുടെ ഇടയിൽ ഈ കുഞ്ഞു കുട്ടി പിടിച്ചു നിന്നു. നല്ല പോലെ കട്ടക്ക് എന്ന് പറയുന്ന പോലെ കുട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രത്യേകമായിട്ട് അഭിനന്ദനം അർഹിക്കുന്ന ഒരു പെർഫോമൻസ് ആയിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈഷ്ണവ് ബിജു, ശ്യാമപ്രകാശ്, ലക്ഷ്മി മേനോൻ തുടങ്ങിയിട്ട് കുറെ താരനിരകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഒരുപാട് വരുന്നുണ്ട്. എല്ലാവരുടെ പേരൊന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, പക്ഷെ എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. കോമഡിക്ക് നല്ലപോലെ പോയിട്ടുണ്ട്. അപ്പൊ സിനിമ ഞാൻ പറഞ്ഞ പോലെ ഈ പറയുന്ന WWE റെസ്ലിംഗ് ഒക്കെ വെച്ച് ആ ഭാഗങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ കണ്ടിരിക്കാൻ കൊള്ളാവുന്ന രീതിക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ലെങ്കിലും ഈ WWE റെസ്ലിംഗ് കാണണമെന്ന് തോന്നുന്നെങ്കിൽ ആ രീതിക്ക് കണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും തരക്കേടില്ലാണ്ട് കാണാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ സനൂപ് തൈക്കുടമാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു തിരക്കഥ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു. കുറച്ചും കൂടി ഡെപ്ത് ഉള്ള രീതിക്ക് ഇതിനെ മാറ്റമായിരുന്നു. ഇതിപ്പോ WWE കാണിക്കാൻ വേണ്ടി എടുത്തു എന്നല്ലാണ്ട് ഇതിനകത്ത് കഥ കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല. അഭിനയിച്ചെല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. WWE സംഭവം നല്ലപോലെ എടുത്തിട്ടുണ്ട്. പക്ഷെ കഥ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം കുറച്ചും കൂടി ഡെപ്ത് ഉള്ള രീതിക്ക് കഥ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി രസകരമാവുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ആനന്ദ് സി ചന്ദ്രൻ, ജോമൻ ടി ജോൺ, സുദീപ് ഇവർ 3 പേരും ചേർന്നാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ഒരുപാട് മെനക്കെട്ട് ചെയ്യേണ്ട പണി തന്നെയാണ്. അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട പണിയാണ്. അത്യാവശ്യം തരക്കേടില്ലാണ്ട് ഇവർ ഈ പരിപാടി ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ഷൻ ചെയ്തിട്ടുള്ളത് കലൈ കിങ്സൺ ആണ്. കലൈ കിങ്സണിന്റെ കാര്യം നമുക്കറിയാം. പുള്ളിക്കാരൻ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇതിനകത്ത് ആക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് റെസ്ലിംഗിന്റെ ആ ഒരു ചുവടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ശ്രാവണാണ്. അതും അത്യാവശ്യം നല്ല പോലെ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പറയുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് കഥാ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോ ആലപ്പുഴ ജിങ്കാന കാണാൻ പോവുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ ത്രൂ ഔട്ട് ഈ പറയുന്ന ബോക്സിംഗ് കാണുന്നു എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് ത്രൂ ഔട്ട് WWE കാണുന്നു എന്നല്ലാണ്ട് കൂടുതലായിട്ട് ഒന്നും ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വൺ ടൈം വാച്ചബിൾ എന്ന് പറയുന്നത് പോലും കഷ്ടമാണ് അവസ്ഥ. ഒരു തവണ തന്നെ കണ്ടു തീർക്കാൻ ഞാൻ അത്യാവശ്യം കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പോവാ. ഒരു പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മൂവി ആയിരിക്കും.